ഈ ക്രിസ്തുമസ് ദിനത്തിൽ ചില വേറിട്ട കാഴ്ചകൾ കാണാൻ കഴിയും. 2014 അധികാരത്തിലേറിയ നരേന്ദ്രമോദി ചരിത്രത്തിൽ ആദ്യമായി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായി, ഇല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രി പദത്തിലെത്തിയതിനു ശേഷം ആദ്യമായിട്ടൊരു ക്രിസ്തുമസ് വിരുന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടു. ഇന്ന് പുലർച്ചെ ദില്ലി സേക്രഡ് ചർച്ചിൽ എത്തിയത് സാക്ഷാൽ JP നദ്ദ തന്നെയായിരുന്നു, BJP അധ്യക്ഷൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലടക്കം BJPയുടെ നേതാക്കൾ പള്ളികൾ സന്ദർശിക്കുകയും ക്രിസ്തീയ ഭവനങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഒരുപക്ഷെ ലോകത്ത് ക്രിസ്ത്യൻ മതവിശ്വാസികൾ സമാധാനപൂർണമായി ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഒരു രാജ്യം ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ലോകത്തെമ്പാടും ഈ പല രാജ്യങ്ങളിലെയും ഇൻ്റലിജൻസ് സംവിധാനങ്ങളും സേനകളുമൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഭീകരാക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന്, അതുകൊണ്ട് ക്രിസ്മസ് പരിപാടികൾ അത് കുറയ്ക്കണം എന്ന രീതിയിൽ ചില നിർദ്ദേശങ്ങൾ പല രാജ്യങ്ങളും നൽകിയിരുന്നു. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ എങ്ങും ഉണ്ടായില്ല. മുംബൈയിൽ ഒരു നിരോധനാജ്ഞ ഉണ്ടായിരുന്നു, അത് ജനുവരി 18 വരെ തുടരുകയും ചെയ്യും. അതല്ലാതെ മറ്റൊരിടത്തും അത്തരം കാര്യങ്ങളുണ്ടായില്ല. മുംബൈയിൽ നിരോധനാജ്ഞ നിലനിൽക്കുമ്പോഴും അവിടുത്തെ സഭ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു, ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്ന് സർക്കാർ സംവിധാനങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും ആഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ ഇത്തവണ ഏറ്റവും കൂടുതൽ സമാധാനത്തോടെ ക്രിസ്തീയ വിശ്വാസികൾ ആഘോഷിച്ച ഒരു രാജ്യം ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കണം. യേശു ക്രിസ്തു ജനിച്ച ബേത്ലഹേമിൽ പോലും തീർത്ഥാടകർക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. ഹമാസ് ഇസ്രയേൽ പോരാട്ടത്തിൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും ഏത് നിമിഷവും ബോംബോ മിസൈലോ പതിക്കാവുന്ന ഇടമായി ബേത്ലഹേമും ജെറുസലേമൊക്കെ മാറിയിട്ട് നാളുകളേറെയായി. അവിടെ പോലും സ്വസ്ഥമായി ഇരിക്കാനോ പ്രാർത്ഥിക്കാനോ കഴിയാത്തൊരു സാഹചര്യം. അവിടെയാണ് പുതിയ വാതായനങ്ങൾ തുറന്നുകൊണ്ട് കേന്ദ്രം ക്രിസ്തീയ സഭകളുമായി കൈകോർക്കുന്നത്. ഇവിടെ മാധ്യമങ്ങൾ പറയുന്നുണ്ട് മണിപ്പൂർ വിഷയത്തിൻ്റെ മുറിവണക്കാനാണ് എന്ന്. മണിപ്പൂർ വിഷയം എന്താണെന്നുള്ള കാര്യം ഇവിടുത്തെ മാധ്യമങ്ങൾക്കും ഈ മതപുരോഹിതന്മാർക്കും നന്നായി അറിയാം. അത് അവസാനിക്കുക തന്നെ ചെയ്യും. 2024 അടുത്ത ടൈമിൽ മോദി എത്തുമ്പോഴേക്കും മണിപ്പൂർ വിഷയം എന്നേക്കുമായി അവസാനിക്കും. മണിപ്പൂർ മാത്രമല്ല, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പല വിഷയങ്ങളും അതോടുകൂടി അവസാനിക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചന. അതിനായി വലിയ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. മണിപ്പൂരിൽ നടക്കുന്ന വംശഹത്യയാണ് എന്നൊരു വലിയ പ്രചരണം അഴിച്ചുവിടുമ്പോഴും പല ബിഷപ്പുമാരും മൗനത്തിലാണ്. സത്യം അവർക്കറിയാം. കാരണം അവിടെയുള്ള ക്രിസ്തീയ മതവിശ്വാസികൾ ഒരിക്കലും ഈ ബിഷപ്പുമാർ പറഞ്ഞത് കേൾക്കാറില്ല. അവർ അവരുടെ ഗോത്ര ആചാരങ്ങളിൽ നിന്നും മാറാറുമില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായ ബിഷപ്പുമാർക്ക് ഒന്ന് പറയുകയേ വേണ്ടിയിരുന്നുള്ളൂ, നിങ്ങൾ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരുമെന്ന്. എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? ഒരുപക്ഷെ ഈ കലാപം ആളിക്കത്തിക്കാനാണോ അങ്ങനെ പറയാതിരുന്നത്? അതോ അവർ പറഞ്ഞാൽ ഇവർ കേൾക്കില്ല എന്നുള്ളത് കൊണ്ടാണോ? രണ്ടാമത് പറഞ്ഞതാണ് സത്യം. അവർ പറഞ്ഞാൽ കേൾക്കുന്നവരല്ല ഈ കുക്കികളും മീത്തികളുമൊക്കെ. അവരിപ്പോഴും അവരുടെ ഗോത്ര ആചാരങ്ങളിൽ മുറുകെ പിടിക്കുന്നവരാണ്. ആ രീതിയിൽ അവർ മുൻപോട്ട് പോകുന്നവരാണ്. ഇന്നും ക്രിസ്ത്യൻ പാതിരിമാർ പഠിച്ച പണി 18 നോക്കിയിട്ടും മതം മാറ്റാൻ അവർക്ക് കഴിഞ്ഞു, പക്ഷേ ആചാരം മാറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുതന്നെയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ക്രിസ്തീയ മതം നേരിടുന്ന ഏറ്റവും വലിയ വിഷയവും സംഘർഷത്തിൻ്റെ കാരണങ്ങളും. ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അവർ അവരുടെ ഗോത്രമായി തന്നെ മാറും. പൊതുവിൽ അവർ ക്രിസ്ത്യാനി എന്ന് പറയും. ഇവിടെയാണ് അതിൻ്റെ വൈരുദ്ധ്യം. ഇതൊക്കെ നന്നായി എല്ലാവർക്കും അറിയാം. പക്ഷേ മണിപ്പൂർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് കരുതിയിരുന്നവർക്ക് തെറ്റുകൾ പറ്റുകയാണ്. മിസോറാമിലടക്കം BJPക്ക് വിജയം സമ്മാനിക്കുന്നു, ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമായ സംസ്ഥാനങ്ങൾ BJP ജയിക്കുന്നതുമൊക്കെ നാം മാധ്യമങ്ങളിലൂടെ അറിയാറുണ്ട്. ഈ വിരുന്നിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഈ വിരുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15 മിനിറ്റാണ് എത്തിയ അതിഥികളുമായി സംസാരിച്ചത്. ബിഷപ്പുമാരടക്കമുള്ളവരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2024 പകുതിയോടുകൂടി മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്നാണ്. അതായത് മാർപ്പാപ്പ ഇന്ത്യയിൽ എത്തുന്നു. ആദ്യം ഉയർത്തിവിട്ടത്, ഇല്ലെങ്കിൽ BJPക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ ആദ്യം ഉയർത്തിവിട്ട വിമർശനങ്ങളിലൊന്ന് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് വരുന്നതിൽ നിന്നും മോദി സർക്കാർ തടയുന്നുവെന്ന്. അങ്ങനെയല്ല കാര്യങ്ങളെന്ന് പിന്നീട് ബോധ്യമായി. ഇപ്പോൾ ഇതാ പ്രധാനമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിരിക്കുന്നു, മാർപ്പാപ്പ എത്തും 2024 ആദ്യം തന്നെയെന്ന്. ഏതായാലും അതവിടെ നിൽക്കുമ്പോൾ തന്നെ ദേശീയതയോടൊപ്പം എന്നും നിലകൊള്ളാൻ ശ്രമിച്ചിട്ടുള്ള, നിലകൊണ്ടിട്ടുള്ള ക്രിസ്തീയ മതവിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് BJP മുൻപോട്ട് പോവുകയാണ്. അതായത് പുതിയൊരു അച്ചുതണ്ട് രൂപപ്പെടുന്നു, ഒരു പുതിയ വോട്ട് ബാങ്ക് രൂപപ്പെടുന്നു. നേരത്തെ തന്നെ ഗോവയടക്കമുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകൾ, ഗോവ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയല്ല, ക്രിസ്ത്യാനികൾക്ക് മെജോറിറ്റിയുള്ള അനവധി മണ്ഡലങ്ങളുള്ള ഒരു സംസ്ഥാനമാണ്. അത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ BJPയോട് ഒപ്പം നിൽക്കുമ്പോൾ ഇതാ രാജ്യത്തെ മുഴുവൻ ക്രിസ്ത്യാനികളെ ഒപ്പം കൂട്ടിക്കൊണ്ട് തങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് അല്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ദേശസ്നേഹികളായവരെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരക്കുന്നു എന്ന് വ്യക്തമായ സന്ദേശം നൽകാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം കാലങ്ങളായി ഇവിടെയുള്ള ക്രിസ്തീയ വിശ്വാസികൾ ഇല്ലെങ്കിൽ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർ പറയുന്ന കാര്യമുണ്ട്, തങ്ങൾ പുറത്തുനിന്ന് വന്നവരല്ല, ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ്, തങ്ങളുടെ വിശ്വാസം ക്രിസ്ത്യാനികളുടേതാണെന്ന് മാത്രമാണ്, ഈ രാജ്യത്തോടാണ് തങ്ങൾക്ക് കൂറെന്ന് ഉറക്കെ പറയുന്നു. ആ ഒരു അച്ചുതണ്ട് രൂപപ്പെടുകയാണ്. ഒരു ഭാഗത്തുള്ള ഹിന്ദു ദേശീയതയും മറുഭാഗത്തുള്ള
ദേശീയതയും കൂടെ ചേർത്തിണക്കിക്കൊണ്ടുള്ള പുതിയ ഫോർമുല. രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം, മാറി മറിയാം, എല്ലാം നിമിഷ നേരം കൊണ്ട്. മണിപ്പൂർ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കിയവർക്ക് ഇന്ന് നടന്ന വിരുദും നദ്ദയുടെ സന്ദർശനവുമെല്ലാം ഒരു ചെറിയ തിരിച്ചടിയായിട്ടുണ്ടാകാം. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായി തന്നെ ഈ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകും. കേരളത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിനു പോലും അറിയില്ല. ഏതായാലും കേരളത്തിൽ പഴയതുപോലെ തന്നെ പാലും മുതിരയും പോലെ കാര്യങ്ങൾ മുൻപോട്ട് പോകുമായിരിക്കും. അല്ല എങ്കിൽ ആമ്പലും വെള്ളവും പോലെ എന്ന് പറയേണ്ടി വരും. ഇത് തന്നെയാണ് ന്യൂസ് മലയാളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.